വയനാട് വിവാദത്തിനിടയിൽ വീണ്ടും പണപ്പിരിവുമായി യൂത്ത് കോൺഗ്രസ്. കേന്ദ്ര നയങ്ങൾക്കെതിരെ അഖിലേന്ത്യാ പണിമുടക്ക് മറ്റന്നാൾ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. വയനാടിനായി പിരിച്ച 87 ലക്ഷം രൂപ എവിടെയെന്ന് ചോദ്യമുയർന്നതിനിടയിലും വീണ്ടും ഇതേ ആവശ്യമുയർത്തി യൂത്ത് കോൺഗ്രസ് വീണ്ടും പണപ്പിരിവിനായി രംഗത്ത്. പണം പിരിക്കാനുള്ള സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സർക്കുലർ 14 മണ്ഡലങ്ങളിലും ലഭിച്ചു. മുൻപ് ഇതേ ആവശ്യം പറഞ്ഞ് പിരിച്ച പണം എന്ത് ചെയ്തുവെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ നേതൃത്വം വെട്ടിലായപ്പോഴാണ് വീണ്ടും ഫണ്ട് പിരിവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളും ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് മറ്റന്നാൾ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്ക്. അഖിലേന്ത്യാ പണിമുടക്ക് പൊരുതി നേടിയ തൊഴിലവകാശങ്ങൾ കവർന്നെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന തൊഴിലാളികളുടെ താക്കീതായി മാറുമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. സിൻഡിക്കേറ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാര്യമാണ് സിൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. രജിസ്ട്രാർ അപ്പോയിന്റ്മെന്റ് ചെയ്യാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ്. രജിസ്ട്രാർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാനുള്ള അധികാരവും സിൻഡിക്കേറ്റിനാണ്. ചർച്ച നടക്കുന്നതിനിടെ VC ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. അമേരിക്കൻ സംസ്ഥാനമായ ടെക്സസിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയർന്നു. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ മേഖലയിൽ കൂടുതൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഗ്വാഡാലൂപ്പ് നദി കര കവിഞ്ഞതാണ് മരണസംഖ്യ ഉയരാൻ കാരണം. UP-യിലെ തുട്ടുവാരിയിൽ 12-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കി. കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയും പണി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കുട്ടിയെ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയത്. പ്രദേശത്ത് ശക്തമായ ജനവികാരമുയർന്നതോടെ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ബംഗളൂരുവിൽ 150 കോടി രൂപയുടെ ചിട്ടി തട്ടിപ്പ് നടത്തിയ ആലപ്പുഴ സ്വദേശികളായ ദമ്പതികൾ മുങ്ങിയതായി പരാതി. കുട്ടനാട് രാമങ്കരി സ്വദേശികളായ ടോമി AVയും ഷൈനി ടോമിയുമാണ് ബംഗളൂരുവിലെ ഫ്ളാറ്റ് ഉൾപ്പെടെ വിറ്റ് ഒളിവിൽ പോയത്. ബംഗളൂരു രാമമൂർത്തി നഗറിൽ A&D ചിട്ടി ഫണ്ട്സ് എന്ന കമ്പനിയുടെ ഉടമകളാണ് ഇരുവരും. സമൂഹ മാധ്യമങ്ങൾ വഴി തന്റെ പേരിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. വിദ്യാർത്ഥികൾ വെള്ളിയാഴ്ചകളിൽ മതപരമായ ചടങ്ങുകൾക്കായി സ്കൂളിന് പുറത്തു പോകുന്നത് കർശനമായി നിരോധിക്കും എന്ന പേരിലാണ് സമൂഹ മാധ്യമ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചെന്നും മന്ത്രി അറിയിച്ചു. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരെ ചോദ്യം ചെയ്തു. തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മരട് പോലീസ് സ്റ്റേഷനിൽ മൂവരും ഇന്ന് ഹാജരായി. നേരത്തെ ഹൈക്കോടതി ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. 3 പ്രതികളെയും കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമില്ലെന്ന് നിരീക്ഷിച്ചായിരുന്നു ഹൈക്കോടതി നടപടി. തൃശൂർ പൂരം അലങ്കോലമാക്കൽ ഗൂഢാലോചന ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പോലീസ് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് വെച്ച് അതീവ രഹസ്യമായിട്ടാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ചടങ്ങുകൾ അലങ്കോലമായതിന്റെ പേരിൽ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമവുമായി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. പാരസ്യ കൽതായ സുറിയാനി സഭയുടെ ആർച്ച് ബിഷപ്പ് മാർ അപ്രൈം മെത്രാപ്പൊലീത്ത അന്തരിച്ചു. 64 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ 56 വർഷം ഭാരത സഭയെ നയിച്ചു. ആത്മീയാചാര്യൻ, സഭാതലവൻ, സാംസ്കാരിക നേതാവ്, സഭാ ചരിത്ര ഗവേഷകൻ, ഗ്രന്ഥകർത്താവ്, സുറിയാനി ഭാഷാപ്രേമി എന്നിങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.